ആരുമില്ലാണ്ട് ഒറ്റപ്പെട്ട് നിൽക്കേണ്ട അവസ്ഥ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഫ്രണ്ട്സുമായിട്ട് അടിച്ച് പൊളിച്ച് നടക്കുന്ന സമയത്ത് 0 ഫ്രണ്ട്സുമായിട്ട് കോളേജിൽ പോയ ഒരവസ്ഥ. അതായത് ഫ്രണ്ട്ഷിപ്പ് ഇല്ല എനിക്ക്. ആരുമായിട്ടും എനിക്കൊരു ഫ്രണ്ടെന്ന് പറയാൻ ആരുമില്ലാത്തൊരവസ്ഥ. ആ അവസ്ഥയിൽ ഞാൻ കോളേജിൽ പോയിട്ടുണ്ട്. ഫ്രണ്ട്ഷിപ്പിൽ, എസ്പെഷ്യലി ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പിൽ ട്രസ്റ്റ് ഇല്ലാതെ ആയൊരവസ്ഥ. അതായത് സ്കൂളിൽ നിന്ന് പ്ലസ് ടു കഴിഞ്ഞ് കോളേജ് തുടങ്ങിയ അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. 0 ട്രസ്റ്റ്. എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂ ഭയങ്കരമായിട്ടുണ്ടായ ഒരവസ്ഥയായിരുന്നു അത്. ആ സമയത്ത് എൻ്റെ ലൈഫിലോട്ട് കടന്നു വന്ന 2 പേരുണ്ട്. ഇപ്പോഴും ഇനി എപ്പോഴും എൻ്റെ ലൈഫിൽ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന, കാണുമെന്ന് എനിക്ക് ഉറപ്പുള്ള 2 പേരുണ്ട്. എൻ്റെ ഫ്രണ്ട്സ്. ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് അവരെൻ്റെ ഫീമെയിൽ ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പോൾ എൻ്റെ ലൈഫിലോട്ട് വന്നപ്പം എനിക്ക് മനസ്സിലായി എല്ലാ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പും ഒരുപോലെയല്ല. ബിക്കോസ് ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ തരുന്ന, നമ്മുടെ പേര് ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു വിജയം ഉണ്ടാകുമ്പോൾ നമ്മുടെ പേര് ഹൈലൈറ്റ് ചെയ്യുന്ന ഗേൾസ് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പും ഈ ലോകത്തുണ്ട് എന്നുള്ളത്. സോ ആരുമില്ലെങ്കിൽ വേണ്ട. ഭയങ്കര നെഗറ്റീവായിട്ടും നിങ്ങളെ ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന ഫ്രണ്ട്ഷിപ്പാണ് നിങ്ങളുടെ ലൈഫിലുള്ളതെങ്കിൽ അവരെ കട്ട് ഓഫ് ചെയ്തേക്ക്. എന്നേലും നിങ്ങൾക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പിനെ കിട്ടും, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ കിട്ടും. ട്രസ്റ്റ് മീ, ആ ഒരൊറ്റ ഫ്രണ്ട് മതി, അല്ലെങ്കിൽ ആ 2 ഫ്രണ്ട്സ് മതി. പിന്നെ ലൈഫ് കളറായിരിക്കും.